ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഗ്യാസ് സ്റ്റവിൽ ബേണർ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ബേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു കറുത്ത കളറിൽ കരിയൊക്കെ പിടിച്ച് നമുക്ക് കൈ കൊണ്ടൊന്നും പോവില്ല. ഇങ്ങനെ ഒരു രീതിയിലായിട്ടുള്ള ഒരു ബേണറാണ്. അപ്പോൾ ഞാൻ ഇതാണിപ്പോൾ നിങ്ങൾക്ക് വൃത്തിയാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു. അതിലോട്ട് ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഒരു സിന്തറ്റിക് വിനീഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 1/4 കപ്പ് വിനീഗറിലോട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ വിനീഗർ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഈ ബേണർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബേണർ ഈ വെള്ളത്തിൽ, അതായത് ഈ ഒരു ലിക്വിഡിൽ മുങ്ങിക്കിടക്കണം, അതാണ് വേണ്ടത്. ഇനി ഒരു 5-6 മണിക്കൂർ, ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്തു, അതിൽ വിനീഗറും അതുപോലെ തന്നെ വാട്ടറും സെയിം അളവിലെടുത്തു. അതിലോട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ബേണർ ഇട്ട് വെച്ചതാണ്. ഇനി ഒരു 6 മണിക്കൂർ കഴിയും. അപ്പോൾ ഞാൻ ഈ ബേണർ വിനീഗറിൻ്റെയും അതുപോലെ വെള്ളവും ചേർത്തിട്ടുള്ള ഈ ലിക്വിഡിൽ ഇട്ട് വെച്ചിട്ടൊരു 5-5.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും, ഇട്ട് വെച്ച പോലെയല്ല, ഇത് ഇങ്ങനെ ആ ബ്ലാക്ക് കളർ ഇങ്ങനെ പോയി വെള്ളത്തിലാവുന്നത് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തി തുടയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ പോകുന്നത് കാണാം, കയ്യിലിങ്ങനെ വരും. ഇനി നമുക്കിതൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ തന്നെ ആ ബ്ലാക്ക് കളർ അങ്ങ് പോകും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നല്ല വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ 2 ബേണറാണ്, അതായത് ഇത് ഞാൻ വൃത്തിയാക്കുന്നതിന് മുമ്പുള്ളത്, ഇത് നമ്മളെ വിനീഗറും അതുപോലെ വെള്ളവും ചേർത്ത ലിക്വിഡിൽ ഇട്ട് വെച്ച് വൃത്തിയാക്കി എടുത്തത്. നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടും കൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് വൃത്തിയാക്കാൻ, ഒരു കുഴപ്പമില്ല. ഈ ടിപ്സ് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ ഉപകരിക്കുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പം വീണ്ടും കാണുന്നത് വരെ ബൈ.